നമസ്കാരം. ജീവശാസ്ത്ര ശാഖയിലെ മനുഷ്യ ശരീരം എന്ന സിലബസ് ഭാഗത്തെ അവസാനത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ. ഏവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജ്ഞാനേന്ദ്രിയങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഒഫ്താൽമോളജി എന്നറിയപ്പെടുന്നത്. കണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഒഫ്താൽമോളജി. മറന്നുപോകേണ്ട, ഒഫ്താൽമോളജി എന്നറിയപ്പെടുന്നത്. ഈ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? കണ്ണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലയോട്ടിയിലെ നേത്രകോടരം എന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ പേര് ഓർത്തിരിക്കുക, നേത്രകോടരം. സയൻസുകാരതിന് ഐ സോക്കറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം. അപ്പൊ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് നേത്രകോടരത്തിലാണ്. ഇനി കണ്ണിന്റെ ഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണിന്റെ 3 പ്രധാന ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിങ്ങനെ 3 പടലങ്ങൾ, 3 പാളികളുണ്ട്. ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് സയൻസുകാർ വിളിക്കുന്ന ഭാഗം ദൃഢപടലം അഥവാ സ്ക്ലീറ. രണ്ടാമത്തേത് രക്തപടലം അഥവാ കോറോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തപടലം അഥവാ കോറോയിഡ് ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം ഓരോ പാളിയും. ദൃഢപടലം ഏറ്റവും പുറമേ കാണപ്പെടുന്ന കണ്ണിന്റെ പാളിയാണ് ദൃഢപടലം എന്നറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ ധർമ്മം എന്താണെന്ന്. ദൃഢപടലം കണ്ണിന് ദൃഢത, ആകൃതി എന്നിവ നൽകുന്ന ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കണ്ണിന് ആകൃതി, ദൃഢത എന്നിവ നൽകുന്ന ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം. ആ ദൃഢപടലത്തിലാണ് കണ്ണിന്റെ കോർണിയ എന്ന ഭാഗം കാണപ്പെടുന്നത്. കോർണിയ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പുറമേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ. നമ്മുടെ ആ കറുത്ത വട്ടത്തിന് പുറമേ കാണപ്പെടുന്ന ആ വെളുത്ത ഭാഗമെല്ലാമാണ് കോർണിയ എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പൊ കോർണിയ എന്നറിയപ്പെടുന്നത് ദൃഢപടലത്തിന്റെ ഭാഗമാണ്. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ തൊട്ടുള്ളിലുള്ള പാളിയാണ് രക്തപടലം അഥവാ കോറോയിഡ് എന്നറിയപ്പെടുന്നത്. രക്തപടലം തൊട്ടുള്ളിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ പാളിയാണ് കോറോയിഡ് അഥവാ രക്തപടലം എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗം. കണ്ണിന് വേണ്ട പോഷണങ്ങളും ഓക്സിജനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗമാണ് രക്തപടലം എന്നറിയപ്പെടുന്നത്. ആ രക്തപടലത്തിന്റെ മുന്നിലുള്ള ഭാഗത്താണ് പ്യൂപ്പിള്, ഐറിസ് തുടങ്ങിയ ഭാഗങ്ങൾ കാണപ്പെടുന്നത്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. കണ്ണിന്റെ കൃഷ്ണമണി, പ്യൂപ്പിള്, ഐറിസ് തുടങ്ങിയ ഭാഗം. നമ്മുടെ ആ കറുത്ത ഭാഗത്തിന് പൂർണ്ണമായും പറയുന്ന പേര് ഐറിസ് എന്നാണ്. ഐറിസ്. ആ ഐറിസിന്റെ നടുക്ക് ചെറിയൊരു ഹോള് കാണാം. ആ കറുത്ത വട്ടത്തിന്റെ നടുക്ക് ചെറിയൊരു വട്ടം കാണാൻ പറ്റും. അതിനെയാണ് പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ആ പ്യൂപ്പിളിലൂടെയാണ് പ്രകാശരശ്മികൾ കണ്ണിനുള്ളിലേക്ക് കടന്നു വരുന്നത്. പ്യൂപ്പിൾ, ഐറിസ് തുടങ്ങിയവ രക്തപടലത്തിന്റെ ഭാഗമാണ്. അപ്പൊ രക്തപടലം കിട്ടിയല്ലോ. നടുക്ക് രണ്ടാമത്തെ പാളിയാണ് രക്തപടലം എന്നറിയപ്പെടുന്നത്. അവിടെയാണ് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ എന്ന ഭാഗം കാണപ്പെടുന്നതും ഐറിസ് കാണപ്പെടുന്നതും രക്തപടലത്തിലാണ്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന 3ാമത്തെ പാളിയാണ് ദൃഷ്ടിപടലം എന്നറിയപ്പെടുന്നത്. ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഈ ദൃഷ്ടിപടലം ഓർത്തിരിക്കണം. അവിടെയാണ് നമ്മുടെ കാഴ്ചയെ സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട 2 കോശങ്ങൾ കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് കോൺ കോശങ്ങളും റോഡ് കോശങ്ങളുമാണ്. അപ്പൊ റെറ്റിനയിലാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്നത്. ഈ റെറ്റിന അഥവാ ദൃഷ്ടിപടലം കണ്ണിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ്. 3 പാളികൾ ഓർക്കാലോ. ഏതൊക്കെയായിരുന്നു അത്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിങ്ങനെ. അപ്പൊ ദൃഷ്ടിപടലത്തിലാണ് കോൺ കോശങ്ങളെയും റോഡ് കോശങ്ങളെയും കാണുന്നത്. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ ഓർത്തിരിക്കുക. കോൺ കോശങ്ങൾ പകൽ സമയത്ത് വസ്തുക്കളെ നിറങ്ങളോട് കൂടി കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ റോഡ് കോശങ്ങളോ? റോഡ് കോശങ്ങൾ മങ്ങിയ പ്രകാശത്തിൽ, അരണ്ട വെളിച്ചത്തിൽ കാഴ്ചയെ സാധ്യമാക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രാത്രിയിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. രാത്രിയിലെ കാഴ്ച സാധ്യമാക്കുക അല്ലെങ്കിൽ അരണ്ട പ്രകാശത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങൾ രാത്രി കാഴ്ച
കാഴ്ചയെ സാധ്യമാക്കുന്ന, അങ്ങനെ ഓർത്തിരിക്കാലോ, റോഡ് രാത്രിയിലെ കാഴ്ച സാധ്യമാക്കുമ്പോൾ കോൺ കോശങ്ങൾ പ്രകാശത്തിൽ വസ്തുക്കളെ നിറങ്ങളോടുകൂടി കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ കോൺ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർണ്ണകമാണ് അയഡോപ്സിൻ. ഓർത്തിരിക്കുക, കോൺ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർണ്ണകമാണ് അയഡോപ്സിൻ. ഇതിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ഫോട്ടോപ്സിൻ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഫോട്ടോപ്സിൻ. രണ്ടു പേരും പഠിക്കുക. അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ എന്നറിയപ്പെടുന്നത് കോൺ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണകമാണ്. ഒപ്പം റോഡ് കോശങ്ങൾ, ആ റോഡ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണകം റെഡോപ്സിൻ എന്നറിയപ്പെടുന്നു. റോഡ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണകമാണ് റെഡോപ്സിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഓർത്തിരിക്കാം, കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും നമ്മുടെ റെറ്റിനയിൽ, ദൃഷ്ടിപടലത്തിൽ കാണപ്പെടുന്ന രണ്ട് കോശങ്ങളാണ്. അവർക്ക് ആ പേര് വരാൻ കാരണം അതിന്റെ ആകൃതി തന്നെയാണ്. കോൺ കോശങ്ങൾ ഒരു കോൺ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് കോൺ കോശം എന്ന് കിട്ടിയത്. ഒരു റോഡ് പോലെ, ഒരു ദണ്ട് പോലെ കാണപ്പെടുന്നതുകൊണ്ട് അതിന് റോഡ് കോശങ്ങൾ എന്നും വിളിച്ചു. ഇനി കണ്ണിനുള്ളിൽ ലെൻസ് ഉള്ള കാര്യം അറിയാലോ. കണ്ണിനുള്ളിലെ ലെൻസ്, അത് ഏത് ലെൻസ് ആണെന്ന് അറിയാമോ? കണ്ണിനുള്ളിലെ ലെൻസ് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. മറക്കണ്ട, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ഇനിയും സാധ്യതയുള്ളതാണ്. കണ്ണിനുള്ളിലെ ലെൻസ് കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിനെ കണ്ണിൽ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന പേശികൾക്ക് വിളിക്കുന്ന പേരാണ് സീലിയറി പേശികൾ. മറക്കണ്ട പേര്, സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ താങ്ങി നിർത്തുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്നറിയപ്പെടുന്നത്. ഈ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായാണ് ലെൻസിനെ മുന്നോട്ടോ പിന്നോട്ടോ അല്ലെങ്കിൽ വലിച്ചു നീട്ടാനോ ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ സീലിയറി പേശികളാണ് കണ്ണിലെ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന പേശികൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ കണ്ണിലെ ലെൻസിന്റെയും നമ്മുടെ കോർണിയയുടെയും ഉള്ളിലുള്ള, അതായത് നമ്മുടെ കണ്ണ് ഒരു ഗോളാകൃതിയിലാണല്ലോ ഉള്ളത്, ആ ഗോളത്തിനെ രണ്ട് പകുതികളാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ആ ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിലുള്ള അറയ്ക്ക് വിളിക്കുന്ന പേരാണ് അക്വസ് അറ. പേര് മാറിപ്പോണ്ട, അക്വസ് അറ. ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. ഈ അക്വസ് അറയിൽ ഒരു ദ്രാവകം നിറയുന്നു, അതിന്റെ പേരാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം, അക്വസ് അറയിൽ നിറയുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. ഇനി അതുപോലെ രണ്ടാമത്തെ അറയിലേക്ക് വരും. രണ്ടാമത്തെ അറ ലെൻസിന്റെയും നമ്മുടെ റെറ്റിനയുടെയും ഇടയിലുള്ള അറയാണ്. ആ റെറ്റിനയുടെയും ലെൻസിന്റെയും ഇടയിലുള്ള അറയ്ക്ക് വിളിക്കുന്ന പേര് വിട്രിയസ് അറ എന്നറിയപ്പെടുന്നു. വിട്രിയസ് അറ. രണ്ടറകളുണ്ട്. ഒന്ന് അക്വസ് അറ. അക്വസ് അറ എവിടെയാണ് കാണുന്നത്? കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലുള്ള അറയാണ് അക്വസ് അറ എന്നറിയപ്പെടുന്നതെങ്കിൽ ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഈ വിട്രിയസ് അറയിൽ നിറയുന്ന ഒരു ദ്രാവകമാണ് വിട്രിയസ് ദ്രവം. വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവം നിറയുമ്പോൾ അക്വസ് അറയിൽ അക്വസ് ദ്രവവും നിറയുന്നു. അക്വസ് ദ്രവത്തിന്റെ ധർമ്മം കണ്ണിന് വേണ്ട പോഷണങ്ങൾ നൽകുക. അതേസമയത്ത് വിട്രിയസ് ദ്രവം നൽകുന്നത് കണ്ണിന് ആകൃതി കൊടുക്കുക. കണ്ണിന് ആ ഗോളാകൃതി നൽകാൻ സഹായിക്കുന്നത് ഈ വിട്രിയസ് ദ്രവമാണ്. അപ്പൊ ദ്രവത്തിന് കിട്ടിയില്ലേ, രണ്ട് ദ്രവങ്ങളാണ്, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അക്വസ് അറയിൽ അക്വസ് ദ്രവവും വിട്രിയസ് അറയിൽ വിട്രിയസ് ദ്രവവും കാണുന്നു. ഇതാണ് ഒരു കണ്ണിന്റെ ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. ഇനി കണ്ണിനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ? നമ്മൾ കാണുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുന്നു. ആ റെറ്റിനയിൽ പതിച്ച പ്രതിബിംബം 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ റെറ്റിനയിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത എന്നറിയപ്പെടുന്നത്. എന്താന്ന് കിട്ടിയോ? കണ്ണിൽ പ്രതിബിംബം രൂപീകരിക്കുന്നു. ആ രൂപീകരിച്ച പ്രതിബിംബം 1/16 സെക്കൻഡ് സമയത്തേക്ക് ആ റെറ്റിനയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത എന്നറിയപ്പെടുന്നത്. വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരതയ്ക്ക് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് സയൻസുകാരെ വിളിക്കുക. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പൊ എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിന്റെ പ്രതിബിംബം അല്ലെങ്കിൽ ഒരു വസ്തു ജനിപ്പിക്കുന്ന പ്രതിബിംബം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത എന്നറിയപ്പെടുന്നത്. അപ്പൊ പഠിക്കേണ്ട മറ്റൊരു വാക്കാണ് സമഞ്ജനക്ഷമത. പവർ ഓഫ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നു. സമഞ്ജനക്ഷമത അതെന്താണെന്നറിയാമോ? ഇപ്പൊ ഒരു വസ്തുവിൽ നിന്ന് വസ്തുവിന്റെ സ്ഥാനം മാറുന്നതിന് അനുസരിച്ച് ആ പ്രതിബിംബം കണ്ണിൽ തന്നെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിലുള്ള അകലം നിങ്ങൾക്കറിയാം. ഈ അകലത്തിൽ നിന്ന് നിങ്ങൾ ദൂരത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ ഞാൻ ദൂരത്തേക്ക് മാറുകയോ ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ പ്രതിബിംബം എന്റെ കണ്ണിൽ തന്നെ നിൽക്കുന്നുണ്ട്. വസ്തുവിന്റെ സ്ഥാനം അനുസരിച്ച്, ശ്രദ്ധിക്കുക,
വസ്തുവിന്റെ സ്ഥാനമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കഴിവിന് വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത. വസ്തുവിന്റെ സ്ഥാനമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കഴിവിന് വിളിക്കുന്ന പേരാണ് സമഞ്ജനക്ഷമത. മറന്നുപോകേണ്ട ആ രണ്ട് വാക്കുകളും ഓർത്തിരിക്കുക. ഇനി കണ്ണുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങളെ കുറിച്ച് പഠിക്കാം. ഇത് പല പ്രീവിയസ് ചോദ്യപേപ്പറിലും കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ പഠിക്കുക, ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് ഹ്രസ്വദൃഷ്ടിയിലേക്ക് വരാം. ഹ്രസ്വദൃഷ്ടി അതിന്റെ പ്രധാന കാരണം നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുന്നതാണ്. നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുമ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യം. അങ്ങനെയാണ് ചോദിക്കാം. എങ്ങനെ ചോദ്യം ഉണ്ടാവുക? നമ്മുടെ നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യം ഏത്? അതാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്നറിയപ്പെടുന്നത്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. എന്താണ് കാരണം? അതിന് നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുന്നതാണ്. നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുമ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യം. ഈ വൈകല്യം മാറ്റാൻ നമുക്ക് കണ്ണട ഉപയോഗിക്കാം. ഏത് ലെൻസാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയാം? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ പരിഹരിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഇനി രണ്ടാമത്തേലേക്ക് ദീർഘദൃഷ്ടി എന്ന രോഗത്തിലേക്ക് വരാം. ദീർഘദൃഷ്ടി അതിന് കാരണം എന്താ പറയുമോ? നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുന്നതാണ് കാരണം. ദീർഘദൃഷ്ടി വലിപ്പം കുറയുന്നതാണ് കാരണം. നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുമ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യം. ശ്രദ്ധിക്കുക, നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുന്നത് മൂലം പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യമാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. അപ്പൊ നേത്രഗോളത്തിന്റെ വലിപ്പം കുറയുമ്പോൾ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിൽ കേന്ദ്രീകരിക്കുന്ന കാഴ്ചാ വൈകല്യമാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. ഈ ഹൈപ്പർമെട്രോപ്പിയ എന്ന ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ദീർഘദൃഷ്ടി പരിഹരിക്കാം. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തേലേക്ക് വരാം. വിഷമദൃഷ്ടി. വിഷമദൃഷ്ടി എന്താണ് അതിന് കാരണം? നമ്മുടെ കണ്ണിന്റെ കോർണിയ നല്ലൊരു ആർച്ച് പോലെ കാണുന്നുണ്ട്. അതിനൊരു വക്രതയുണ്ട്. ഈ വക്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന കാഴ്ചാ വൈകല്യമാണ് വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത്, അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നു. വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്താണത്? നേത്രഗോളത്തിന്റെ പുറമേ ഭാഗം, അതായത് കോർണിയയുടെ ഒക്കെ ഭാഗം, അതിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന കാഴ്ചാ വൈകല്യമാണ് വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഒന്നുകിൽ കോർണിയ പറയാം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ലെൻസിനെയും പറയാം. ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനവും ഈ വിഷമദൃഷ്ടിക്ക് കാരണമാകാവുന്നതാണ്. അപ്പോൾ കോർണിയയുടെയോ ലെൻസിന്റെയോ വക്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗമാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നത്. അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാവുന്നതാണ്. ഇനിയും ഓർത്ത് വെച്ചോളാം. വിഷമദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഗ്ലോക്കോമ. പേരോർത്തിരിക്കുക, ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കണ്ണിനുള്ളിലെ മർദ്ദം അനിയന്ത്രിതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. ഇങ്ങനെ മർദ്ദം കൂടുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാഡി. ഈ നേത്രനാഡി അടക്കം ഡാമേജ് വന്ന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത്. ആദ്യം തന്നെ കണ്ടെത്തി ചികിത്സ നൽകിയിട്ടില്ല എങ്കിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും ഗ്ലോക്കോമ. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത് നേത്രഗോളത്തിനുള്ളിലെ മർദ്ദം അനിയന്ത്രിതമായി കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. പേര് മറക്കണ്ട, ഗ്ലോക്കോമ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്ത് വെക്കുക. ഇനി മറ്റൊരു രോഗമാണ് തിമിരം. തിമിരം അഥവാ കറ്ററാക്ട് എന്നറിയപ്പെടുന്നു. തിമിരം എന്താണ് അതിന് കാരണം? നമ്മുടെ കണ്ണിനുള്ളിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്ന് പഠിച്ചല്ലോ. ഈ ലെൻസിന് അതിന്റെ സുതാര്യത, പ്രകാശത്തിനെ കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന രോഗമാണ് തിമിരം എന്നറിയപ്പെടുന്നത്. നേത്രഗോളത്തിനുള്ളിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ടു പോകുന്ന രോഗം, അല്ലെങ്കിൽ നേത്രഗോളത്തിനുള്ളിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കറ്ററാക്ട് എന്നറിയപ്പെടുന്നത്. ഇനി ഇത്രയും നാള് ചില ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് തിമിരം എന്ന് പറയുന്നത് കണ്ണിന്റെ മുമ്പിൽ ഒരു പാട വന്ന് അടയുന്നതാണ്, ആ പാട നീക്കിക്കളഞ്ഞാൽ തിമിരം മാറും. തെറ്റാണ്. എന്താണ് തിമിര ശാസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ? തിമിര ശാസ്ത്രക്രിയ എന്നാൽ കണ്ണിനുള്ളിലെ അതാര്യമായ ലെൻസ് മാറ്റിവെച്ച് പുതിയ ലെൻസ് വെച്ച് പിടിപ്പിക്കുന്ന ശാസ്ത്രക്രിയയാണ് തിമിര ശാസ്ത്രക്രിയ എന്നറിയപ്പെടുന്നത്, അഥവാ കറ്ററാക്ട് സർജറി.
ക്ലിയർ ആയില്ലേ? ഇപ്പൊ തിമിരം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിനുള്ളിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗമാണ് തിമിരം അഥവാ കറ്ററാക്ട് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത രോഗത്തിലേക്ക് വരാം. വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്നറിയപ്പെടുന്ന രോഗം. നേത്ര ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെട്ടു പോകുന്ന രോഗമാണ് വെള്ളെഴുത്ത് എന്നറിയപ്പെടുന്നത്. നേത്ര ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമാണ് വെള്ളെഴുത്ത് എന്നറിയപ്പെടുന്ന രോഗം. ഓർത്തു വെക്കുക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളെഴുത്ത് എന്നാൽ നേത്ര ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗമാണ് വെള്ളെഴുത്ത്. കിട്ടിയില്ലേ? ഇനി ചെങ്കണ്ണിലേക്ക് വരാം. ചെങ്കണ്ണ് അഥവാ കൺജങ്ക്ടിവിറ്റീസ് എന്നറിയപ്പെടുന്നു. ചെങ്കണ്ണ് കൺജങ്ക്ടൈവയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയാണ് കൺജങ്ക്ടിവിറ്റീസ്. അങ്ങനെ പറയാനുണ്ടായ കാരണം കൺജങ്ക്ടൈവ എന്ന വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കൺജങ്ക്ടൈവ? നമ്മുടെ നേത്രഗോളത്തിന്റെ ഏറ്റവും പുറമേയുള്ള ആവരണമാണ് കൺജങ്ക്ടൈവ എന്നറിയപ്പെടുന്നത്. നേത്രഗോളത്തിന്റെ ഏറ്റവും പുറമേയുള്ള ആവരണം അല്ലെങ്കിൽ കോർണിയയുടെ പുറമേയുള്ള ആവരണമാണ് കൺജങ്ക്ടൈവ. അതായത് നമ്മുടെ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ആദ്യം ടച്ച് ചെയ്യുന്ന ഭാഗം കൺജങ്ക്ടൈവ എന്നറിയപ്പെടുന്നു. ഈ കൺജങ്ക്ടൈവ അല്ലെങ്കിൽ നേത്രാവരണം, ഇതിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്ടിവിറ്റീസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ കൺജങ്ക്ടൈവയ്ക്ക് ഉണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കൺജങ്ക്ടിവിറ്റീസ് എന്നറിയപ്പെടുന്നത്. ഇനി ഡാൾട്ടനിസം എന്നൊരു പേര് ഓർത്തിരിക്കാം. ഡാൾട്ടനിസം എന്താണ്? ഡാൾട്ടനിസം ഇതിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ്. വർണ്ണാന്ധത നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണ് ഡാൾട്ടനിസം അഥവാ വർണ്ണാന്ധത. ജോൺ ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റിൽ ആദ്യമായി കണ്ടുപിടിച്ചതുകൊണ്ടാണ് അതിന് ഡാൾട്ടനിസം എന്നൊരു പേര് കിട്ടിയത്. ഇപ്പൊ ഡാൾട്ടനിസം അഥവാ വർണ്ണാന്ധത എന്നറിയപ്പെടുന്നത് പ്രാഥമിക വർണ്ണങ്ങളായ പച്ച, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? വർണ്ണാന്ധത പോലെ പഠിക്കേണ്ട മറ്റൊരു വാക്കാണ് നിശാന്ധത. എന്താണ് നിശാന്ധത? രാത്രികാലങ്ങളിൽ കാഴ്ച വ്യക്തമായി വരാത്ത ഒരവസ്ഥ, രാത്രിയിൽ കാഴ്ച കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നിശാന്ധത. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, നൈറ്റ് ബ്ലൈൻഡ്നസ്. നിശയിൽ അന്ധത വരിക, രാത്രിയിൽ കാഴ്ച കുറഞ്ഞു പോകുന്ന അവസ്ഥ. സാധാരണഗതിയിൽ ഇരുട്ടത്ത് നമുക്ക് കാഴ്ചയില്ല, രാത്രിയിൽ നമുക്ക് കാഴ്ച കുറവാണ്. എന്നാൽ അരണ്ട പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് കാഴ്ച സാധ്യമാണ്. ഈ അരണ്ട പ്രകാശത്തിലും കാഴ്ച സാധ്യമാക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് നിശാന്ധത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നറിയപ്പെടുന്നത്. ഈ നിശാന്ധത വൈറ്റമിൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിശാന്ധതയ്ക്ക് കാരണം എന്താണ്? ജീവകം എ, വൈറ്റമിൻ എ അല്ലെങ്കിൽ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്ധത. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് നിശാന്ധത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്. രാത്രിയിൽ കാഴ്ച കുറഞ്ഞു പോകുന്ന രോഗമാണ് നിശാന്ധത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വിളിക്കുന്നത്. ഇത്രയുമൊക്കെയാണ് കണ്ണുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ പോയിന്റുകൾ. ഓർത്ത് വെച്ച് പഠിച്ചോളുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുന്ന ആ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കണ്ണാണ്. ആ കണ്ണിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. ചെവി. ജ്ഞാനേന്ദ്രിയങ്ങളിലെ മറ്റൊരു ഭാഗമാണ് ചെവി എന്നറിയപ്പെടുന്നത്. ചെവിയെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഓട്ടോളജി എന്നറിയപ്പെടുന്നു. ചെവിയെ കുറിച്ചുള്ള പഠനശാഖ ഓട്ടോളജി എന്നറിയപ്പെടുന്നു. ഓട്ടോളജി. ഈ ചെവിക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേര് ബാഹ്യകർണം എന്ന് വിളിക്കുന്നു. ബാഹ്യകർണം. രണ്ടാമത് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മധ്യകർണം എന്നറിയപ്പെടുന്നത്. മധ്യകർണത്തിന്റെ ഉള്ളിലായി കാണപ്പെടുന്ന ഭാഗമാണ് ആന്തരകർണം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ എന്നിങ്ങനെ 3 ഭാഗങ്ങൾ. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗമാണ് ബാഹ്യകർണം. ഈ ബാഹ്യകർണത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ചെവിക്കുട അഥവാ പിന്ന എന്നറിയപ്പെടുന്ന ഭാഗം. അതിനുള്ള ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു ട്യൂബ് ഉണ്ട്, ഒരു കനാലുണ്ട്. അതിനെ കർണനാളം എന്ന് വിളിക്കുന്നു. കർണനാളത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണ് ടിംബാനം എന്നറിയപ്പെടുന്ന ഒരു ഡയഫ്രം, ഒരു പാടയുള്ളത്. ഡയഫ്രം എന്നൊരു പാട. ഇത്രയും ഭാഗമാണ് ഏറ്റവും പുറമേയുള്ള ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ. 3 ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങൾ: ചെവിക്കുട, കർണനാളം, ടിംബാനം എന്ന് വിളിക്കുന്ന കർണപുടം എന്ന് വിളിക്കുന്ന ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങൾ. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് മധ്യകർണം എന്നറിയപ്പെടുന്നത്. മധ്യകർണത്തിലാണ് പ്രധാനപ്പെട്ട മനുഷ്യ ശരീരത്തിലെ 3 അസ്ഥികൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാ 3 അസ്ഥികൾ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. ഓർക്കുന്നുണ്ടല്ലോ 3 അസ്ഥികൾ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിങ്ങനെ 3 അസ്ഥികൾ മധ്യകർണത്തിലാണ് കാണപ്പെടുന്നത്. ആ ഡയഫ്രത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ടിംബാനത്തിനോട് ചേർന്ന് നമ്മുടെ കർണപുടത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. മാലിയസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് കാണപ്പെടുന്ന രണ്ടാമത്തെ അസ്ഥിയാണ് ഇൻകസ്. ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന അസ്ഥിയാണ് സ്റ്റേപ്പീസ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകൃതി നമ്മൾ പഠിച്ചതാണ്. മാലിയസിന്റെ ആകൃതി ചുറ്റികയുടെ ആകൃതിയിൽ പഠിച്ചു. ഇൻകസിന്റെ ആകൃതി കൂടക്കല്ലിന്റെ ആകൃതിയിലാണ്. സ്റ്റേപ്പീസിന്റെ ആകൃതി കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിൽ
പദ്ധതി ഇതൊക്കെ പഠിച്ചതാണ്, ചോദിക്കാൻ ഇനിയും സാധ്യതയുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം. ചെവിയിൽ കാണപ്പെടുന്ന 3 അസ്ഥികളാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ മധ്യകർണത്തിൽ നിന്ന് നമ്മുടെ ചെവിയിൽ നിന്നും വായിലേക്ക് അല്ലെങ്കിൽ ഗ്രസനിയിലേക്ക് ഒരു ട്യൂബ്, ഒരു പൈപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആ പൈപ്പിന് വിളിക്കുന്ന പേരാണ് യൂസ്റ്റേക്കിയൻ നാളി എന്നറിയപ്പെടുന്നത്. യൂസ്റ്റേക്കിയൻ നാളി എന്താണ് അതിന്റെ ധർമ്മം? ഈ യൂസ്റ്റേക്കിയൻ നാളി മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ബാഹ്യകർണത്തിന്റെയും മധ്യകർണത്തിന്റെയും ഇടയിലുള്ള മർദ്ദം നിയന്ത്രിക്കുന്ന നാളിയാണ് യൂസ്റ്റേക്കിയൻ നാളി. ഈ യൂസ്റ്റേക്കിയൻ നാളി നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ മൂക്ക് കൈവിരൽ കൊണ്ട് അടച്ചു വെക്കുക. നന്നായി അടച്ചു വെച്ചതിന് ശേഷം വായിലുള്ള ഉമിനീര് ഇറക്കി വിടുക. ഇറക്കി വിടുന്ന സമയത്ത് ചെവിയിൽ നിന്ന് ചെവി തുറക്കുന്ന പോലെ ഒരു അനുഭവം ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലുണ്ടായിരുന്ന എയർ ഈ യൂസ്റ്റേക്കിയൻ നാളി വഴി ചെവിയിലെ മധ്യകർണത്തിലേക്ക് എത്തുന്നതാണ് അതിന് കാരണം. അപ്പൊ യൂസ്റ്റേക്കിയൻ നാളി മധ്യകർണത്തിൽ നിന്നും നമ്മുടെ ഗ്രസനിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു നാളിയാണ്. ഇനി എന്താണ് യൂസ്റ്റേക്കിയൻ നാളിയുടെ ധർമ്മം? നമ്മുടെ മധ്യകർണത്തിന്റെയും ബാഹ്യകർണത്തിന്റെയും ഇടയിലുള്ള മർദ്ദം നിയന്ത്രിക്കലാണ് യൂസ്റ്റേക്കിയൻ നാളി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഓർത്തിരിക്കുക. മധ്യകർണത്തിന്റെയും ബാഹ്യകർണത്തിന്റെയും ഇടയിലുള്ള മർദ്ദം നിയന്ത്രിക്കുന്ന നാളി ഏത്? അത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. ആ പേര് മറക്കാതെ പഠിച്ചു വെക്കാം. ഇനി മധ്യകർണത്തിലെ ഈ 2 പേരുകൾ ഓർത്തിരിക്കുക. നമ്മുടെ 3 ഇയർ ഓസിക്കിൾസ് എന്ന് വിളിക്കുന്ന ചെവിയിലെ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസും ഒപ്പം യൂസ്റ്റേക്കിയൻ നാളിയും. ഇനി ചെവിയുടെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയർ എന്ന് വിളിക്കുന്ന ഭാഗം. ആ ആന്തരകർണം തുടങ്ങുന്ന ഭാഗം ഏത്? നമ്മുടെ മധ്യകർണത്തിനെയും ആന്തരകർണത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഓവൽ വിൻഡോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓവൽ വിൻഡോ ഓർത്തിരിക്കുക. മധ്യകർണത്തിനെയും ആന്തരകർണത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. ഇതേപോലെ പഠിച്ച മറ്റൊന്നാണ് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നവരാ, അത് കർണപുടം എന്ന് വിളിക്കുന്ന ടിമ്പാനമാണ്. അപ്പൊ മധ്യകർണത്തിനെയും ആന്തരകർണത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ എന്ന് വിളിക്കുന്ന ഭാഗം. ഇനി ആന്തരകർണത്തിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. ഇതിലെ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും. ഒരുപക്ഷെ ചോദിക്കാം, ആന്തരകർണത്തിൽ ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം ഏത്? മിക്കവാറും വെസ്റ്റിബ്യൂൾ എന്ന പേരായിരിക്കും ഉണ്ടാവുക. രണ്ടും ഓർത്തിരിക്കണം. വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുമ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കോക്ലിയ എന്നറിയപ്പെടുന്ന ഭാഗം. ഈ കോക്ലിയയ്ക്കുള്ളിൽ പെരിലിംഫ് എന്നൊരു ദ്രാവകമുണ്ട്. കോക്ലിയയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് പെരിലിംഫ് എന്നറിയപ്പെടുന്നത്. പെരിലിംഫ്. ഇനി ഈ കോക്ലിയയ്ക്കുള്ളിൽ ചെറിയ ചെറിയ രോമങ്ങൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രോമകോശങ്ങൾ കാണാവുന്നതാണ്. ശബ്ദതരംഗങ്ങൾ കോക്ലിയയ്ക്കുള്ളിലേക്ക് കടന്ന് കോക്ലിയയിലെ പെരിലിംഫിന് ഇളക്കം സംഭവിപ്പിക്കുന്നു. ആ ഇളക്കം മൂലം രോമകോശങ്ങളിൽ ആവേഗങ്ങൾ സൃഷ്ടിക്കുകയും ആ ആവേഗങ്ങളെ തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡികളാണ് ശ്രവണ നാഡികൾ. ആ ശ്രവണ നാഡി വഴി ആവേഗങ്ങളെ തലച്ചോറിലെ സെറിബ്രത്തിലെത്തുകയും സെറിബ്രത്തിൽ വെച്ച് വിശകലനം ചെയ്ത് ശബ്ദം കേൾക്കാനും സഹായിക്കുന്നു. ഇതാണ് ചെവിയുടെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ചെവി ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നു, ഒപ്പം ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുകയും ചെയ്യുന്ന അവയവമാണ് ചെവി എന്നറിയപ്പെടുന്നത്. 2 രീതിയിലും ചോദ്യം വരാം. ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന ശരീരഭാഗം ഏത്? അത് ചെവിയാണ്. അതേസമയത്ത് പഠിച്ചു വെക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗം അത് സെറിബെല്ലമാണ്. സെറിബെല്ലം ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണെങ്കിൽ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന അവയവം അല്ലെങ്കിൽ ശരീരഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ചെവിയാണ്. അപ്പൊ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്നു, ഒപ്പം ശബ്ദം കേൾക്കാനും സഹായിക്കുന്ന ഭാഗമാണ് ചെവി. ഇത്രയുമാണ് ചെവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ചില പോയിന്റുകൾ. ഓർത്ത് വെക്കുക, ഇതിൽ നിന്നും ചോദ്യം വരാവുന്നതാണ്. ഇനി മറ്റൊരു ഭാഗമാണ് മൂക്ക്. ജ്ഞാനേന്ദ്രിയങ്ങളിലെ മറ്റൊരു ഭാഗമാണ് മൂക്ക്. നമുക്ക് സ്മെല്ല് തിരിച്ചറിയാൻ, ഘ്രാണം തിരിച്ചറിയാൻ, മണം അറിയാൻ സഹായിക്കുന്ന ആ ഭാഗം, മൂക്കിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് റൈനോളജി എന്നറിയപ്പെടുന്നു. റൈനോളജി, മൂക്കിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് റൈനോളജി എന്നറിയപ്പെടുന്നത്. റൈനോളജി ഓർത്തിരിക്കാലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മൂക്കിന് പുറമേ കാണപ്പെടുന്ന ഈ അസ്ഥി, അതിന്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? മൂക്കിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്മോയിഡ് എന്നറിയപ്പെടുന്നു. എത്മോയിഡ് എന്നറിയപ്പെടുന്നത് മൂക്കിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ്. ഇനി മൂക്കിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗന്ധഗ്രാഹികൾ എന്ന് വിളിക്കുന്ന ഭാഗമുണ്ട്. ഈ ഭാഗം
ഭാഗം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു അറയിലേക്കാണ് ചെല്ലുന്നത്. അതിനെയാണ് വിളിക്കുന്നത് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റി അഥവാ നാസാഗഹ്വരം എന്ന് മലയാളികൾ വിളിക്കുന്നു. നാസാഗഹ്വരം, ആ ഭാഗത്താണ് ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്നത്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ, റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് ആ നേസൽ ക്യാവിറ്റിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനുള്ളിലെ നാസാഗഹ്വരം എന്ന് വിളിക്കുന്ന ഭാഗത്താണ് ഗന്ധഗ്രാഹികൾ കാണപ്പെടുന്നത്. ഇനി ഗന്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു വാക്കാണ് അനോസ്മിയ എന്നറിയപ്പെടുന്നത്. എന്താണ് അനോസ്മിയ എന്ന് പറഞ്ഞാൽ? ചില ആളുകൾക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അവർക്ക് സ്മെല്ല് തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അതിന് വിളിക്കുന്ന പേരാണ് അനോസ്മിയ എന്നറിയപ്പെടുന്നത്. ഗന്ധം തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് അനോസ്മിയ എന്നറിയപ്പെടുന്നത്. ഇനി മൂക്കിൽ നിന്നും നമ്മുടെ ഗന്ധഗ്രാഹികളിൽ ഉണ്ടാക്കിയ ആവേഗങ്ങളെ തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നാഡികളാണ് ഘ്രാണനാഡി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ് എന്ന് വിളിക്കുന്നു. ഘ്രാണനാഡികളാണ് ഘ്രാണത്തിന്റെ ആവേഗങ്ങളെ തലച്ചോറിലെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോയി സ്മെല്ല് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പൊ ഘ്രാണനാഡികളാണ് സ്മെല്ല് തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂക്കുമായി ബന്ധപ്പെട്ട നാഡി എന്നറിയപ്പെടുന്നത്. എന്നാൽ ചില ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് പാമ്പ് പോലുള്ള ജീവജാലങ്ങൾക്ക് സ്മെല്ല് തിരിച്ചറിയാൻ, മണം തിരിച്ചറിയാൻ, ഗന്ധം തിരിച്ചറിയാൻ അവർക്കൊരു പ്രത്യേക ഭാഗമുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്നറിയപ്പെടുന്നത്. പാമ്പ് പോലുള്ള ഉരകജീവികൾക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക ഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്നറിയപ്പെടുന്നത്. ആ പേരൊന്ന് ഓർത്തിരിക്കുക, ജേക്കബ്സൺസ് ഓർഗൻ. പാമ്പ് പോലുള്ള ജീവജാലങ്ങൾക്ക് ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക ഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൻ എന്നറിയപ്പെടുന്നത്. ഇനി ഗന്ധഗ്രാഹികൾ കൂടുതലുള്ള ഒരു ജീവിയാണ് സ്രാവ് എന്നറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കും, ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി ഏത്? ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവിയാണ് സ്രാവ്. പേര് മറക്കണ്ട, സ്രാവ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി. എന്നാൽ മറ്റൊരു രീതിയിൽ ചോദ്യം വരാം, കരയിലെ ജീവികളിൽ ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ളത് ഏത് ജീവിക്കാണ്? ചോദിച്ചാൽ എന്താ ഉത്തരം എഴുതുക? അത് നായകൾക്കാണ്. അപ്പൊ ഇത്രയുമാണ് മൂക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ചില പോയിന്റുകൾ. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം, നാക്കിലേക്ക് വരാം. നാക്കിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് ഗ്ലോസോളജി എന്നറിയപ്പെടുന്നത്. ഗ്ലോസോളജി, നാക്കിനെ കുറിച്ചുള്ള പഠനശാഖ ഗ്ലോസോളജി എന്നറിയപ്പെടുന്നു. ഈ നാക്ക് സ്ഥിതി നമ്മുടെ വായുടെ മുകൾ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പാലേറ്റ്. വായിന്റെ മുകൾ ഭാഗം, മേൽഭാഗം, അപ്പർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പാലേറ്റ്. പാലേറ്റ് എന്നറിയപ്പെടുന്ന ആ പാലേറ്റിന്റെ താഴെയാണ് നമ്മുടെ നാക്ക് സ്ഥിതി ചെയ്യുന്നത്. ആ നാക്കിലെ സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്ന ഉയർന്ന ഭാഗം, നാക്കിന്റെ മുകളിലുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പാപ്പില എന്നറിയപ്പെടുന്നത്. പാപ്പില, നാക്കിന്റെ ഉയർന്ന ഭാഗം പാപ്പില എന്നറിയപ്പെടുന്നു. ആ പാപ്പിലയിലാണ് സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത്. പ്രാഥമിക സ്വാദുകളായ മധുരം, പുളി, ഉപ്പ്, കയ്പ് തുടങ്ങിയ സ്വാദുകളെ തിരിച്ചറിയാനുള്ള സ്വാദുമുകുളങ്ങളാണ് വായിലുള്ളത്. 4 സ്വാദുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മധുരം, പുളി, ഉപ്പ്, കയ്പ്. ഈ 4 സ്വാദുകളെ തിരിച്ചറിയാനുള്ള സ്വാദുമുകുളങ്ങളാണ് നാക്കിലെ പാപ്പിലയിൽ കാണപ്പെടുന്നത്. ഇതിലെ മധുരം തിരിച്ചറിയുന്ന നാക്കിന്റെ ടിപ്പ് പോർഷനിൽ, നാക്കിന്റെ അഗ്രഭാഗത്താണ് മധുരം തിരിച്ചറിയുന്ന സ്വാദുമുകുളങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ പുളി, ഉപ്പ് തുടങ്ങിയ ടേസ്റ്റുകള്, സ്വാദുകള് നാക്കിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. നാക്കിന്റെ ഇരുവശങ്ങളിലും പുളി, ഉപ്പ് തുടങ്ങിയവ തിരിച്ചറിയുമ്പോൾ നാക്കിന്റെ പുറകുവശത്താണ് കയ്പ് തിരിച്ചറിയുന്ന സ്വാദുമുകുളങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ അത് മാത്രമേ ഉള്ളൂ എന്നല്ല, സ്വാദുമുകുളങ്ങൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഒപ്പം മധുരം തിരിച്ചറിയുന്ന സ്വാദുമുകുളങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് നാക്കിന്റെ അഗ്രഭാഗത്ത്, പുളി, ഉപ്പ് തുടങ്ങിയ സ്വാദുകൾ തിരിച്ചറിയുന്ന സ്വാദുമുകുളങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് നാക്കിന്റെ ഇരുവശങ്ങളിൽ, കയ്പ് തിരിച്ചറിയുന്നത് നാക്കിന്റെ പുറം ഭാഗത്ത്. ഇതുകൂടാതെ 5ാമതായി കണ്ടെത്തിയ മറ്റൊരു സ്വാദാണ് ഉമാമി എന്നറിയപ്പെടുന്നത്. ഉമാമി, 5ാമതായി കണ്ടുപിടിച്ച സ്വാദാണ് ഉമാമി എന്നറിയപ്പെടുന്നത്. ഉമാമി നമ്മുടെ ഇറച്ചിയുടെ മീറ്റി ടേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറച്ചിയുടെ ടേസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഉമാമി എന്നറിയപ്പെടുന്നു. ഈ ഉമാമിയും നാക്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന സ്വാദ് തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 5 സ്വാദുകൾ ഓർത്തിരിക്കുക. ഉമാമി എല്ലാ ഭാഗത്തും അതിന്റെ സ്വാദുമുകുളങ്ങൾ ഉണ്ട്. കൂടുതലായിട്ട് നാക്കിന്റെ നടുഭാഗത്തായിട്ടാണ് ഉമാമി ടേസ്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. ഇത്രയാണ് നാക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഏറ്റവും വലിയ അവയവമായ ത്വക്കിലേക്ക് വരാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ത്വക്കിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഡെർമറ്റോളജി എന്നറിയപ്പെടുന്നു. ഡെർമറ്റോളജി, സ്കിന്നിനെ കുറിച്ചുള്ള പഠനശാഖയാണ് ഡെർമറ്റോളജി. നമ്മുടെ ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഒക്കെ പഠിച്ചാണല്ലോ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. നമ്മുടെ ശരീരത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. മർദ്ദം, സ്പർശം, വേദന, തണുപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സാധ്യമാക്കി തരുന്ന അവയവമാണ് ഈ ത്വക്ക് എന്നറിയപ്പെടുന്നത്. ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണകം, അത് പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണകം ഏത്? ത്വക്കിന് നിറം കൊടുക്കുന്ന വർണ്ണകമാണ് മെലാനിൻ. മെലാനിൻ, ആ പേരോർത്തിരിക്കാം. ചില ആളുകൾക്ക് മെലാനിൻ കൂടുതലായിരിക്കാം, ചിലർക്ക് കുറവായിരിക്കാം. അത് ശരീരപ്രകൃതത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി മെലാനിൻ എന്ന വർണ്ണകം ശരീരത്തിൽ നിന്ന് ഇല്ലാതായാൽ മെലാനിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ആൽബിനിസം എന്നറിയപ്പെടുന്നത്. പേര് മറക്കണ്ട, ആൽബിനിസം.
മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബിനിസം. ത്വക്കിന് നിറം കൊടുക്കുന്ന മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബിനിസം എന്നറിയപ്പെടുന്നത്. ഇത്രയുമാണ് സ്കിന്നുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2-3 രോഗങ്ങളെ കുറിച്ച് ചോദിക്കാം. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, താഴെ പറയുന്നവയിൽ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗം ഏത്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ത്വക്കുമായി ബന്ധമില്ലാത്ത രോഗം ഏത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. രോഗങ്ങൾ എന്ന് ഓർത്തിരിക്കുക. ഒന്ന് എക്സിമ എന്ന് പറയുന്ന രോഗം, സോറിയാസിസ് എന്ന് പറയുന്ന രോഗം, മെലനോമ, ഡെർമറ്റൈറ്റിസ് തുടങ്ങിയവയൊക്കെ ത്വക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളാണ്. മെലനോമ വളരെ സിവിയർ ആയിട്ടുള്ള രോഗമാണ്. ഇതിനെയാണ് സ്കിൻ ക്യാൻസർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അർബുദമാണ് മെലനോമ എന്നറിയപ്പെടുന്നത്. മെലനോമ, സോറിയാസിസ്, എക്സിമ തുടങ്ങിയവ, അതുപോലെ ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ത്വക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ സെൻസ് ഓർഗൻസ് എന്ന് വിളിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ. വളരെ പ്രധാനമായും പഠിക്കണം. കണ്ണ്, ചെവി തുടങ്ങിയ ഭാഗങ്ങൾ ഇത് പഠിക്കേണ്ടതല്ല, ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്